ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു ഭീഷണി വന്നിട്ടുണ്ട് കേട്ടോ, ഭയങ്കരം വലിയൊരു ഭീഷണി. എനിക്കല്ലട്ടാ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കര ഒരു വലിയ ഭീഷണി. ആരാ ഭീഷണിപ്പെടുത്തിയെന്നറിയാം? നമ്മളെ കാസയിലെ ഹൂസൻ കെവിൻ പീറ്റർ. ഇനി മുസ്ലിങ്ങളെ ഒരു കച്ചടവും കേരളത്തിൽ നടത്താൻ പോടില്ല എന്നാണ് നമ്മളെ കാസയിലെ ഹൂസൻ കെവിൻ പീറ്റർ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും പേടിച്ചേ പറ്റൂ. നിർബന്ധമായിട്ട് കെവിൻ പീറ്റർ ഭീഷണി കേട്ടിട്ട് പേടിച്ചിരിക്കണം. പേടിക്കാതെ പോവാൻ പാടില്ല. നിങ്ങള് ഒന്നുമില്ലെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് പേടിച്ചു കൊടുക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ. നിങ്ങള് നമുക്കെന്തായാലും കെവിൻ പീറ്ററെ സ്ഥിര ഭക്ഷണമായ പച്ച വർഗീയതയും പച്ച കുത്തിത്തിരിപ്പായി പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അതിന് ലാസ്റ്റ് ഭീഷണിയുണ്ട്. എല്ലാം കൂടി നമുക്ക് കലക്കി കുടിച്ചിട്ട് വരാം. നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടായ സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ പരിഹരിക്കുകയാണ് പക്വതയുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത്. ഇവിടെ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിൽ അത് ആ സ്കൂൾ കൊണ്ട് തീർക്കുന്നതിന് പകരം ഇപ്പോൾ കോടതി വരെ എത്തി. എന്നാൽ കോടതിയുടെ വിധി എന്താണോ വരുന്നത് അതിനെ അംഗീകരിക്കുന്നതിന് പകരം അതിനെ കുറച്ചുകൂടെ സങ്കീർണമാക്കി അതിനെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോയി സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കാനാണ് മുസ്ലിം സമുദായത്തിലെ കുറച്ച് സംഘടനകളും കുറച്ച് ആളുകളും ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം SYSന്റെ നേതാവായിട്ടുള്ള ശ്രീ സത്താർ പാന്തല്ലൂരും അതുപോലെ തന്നെ മുസ്തഫ മുണ്ടുപാറയും ഹിജാബ് പോലുള്ള മതപരമായ വസ്ത്രങ്ങൾ അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ കണക്കുകൾ ഞങ്ങൾ ശേഖരിക്കും, അതിനായി ഗൂഗിൾ ഫോം ചില സംഘടനകൾ വഴി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്, അതിന്റെ കണക്ക് എടുത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഒപ്പം തന്നെ ആ സ്കൂളുകളിൽ പോയി അവരുമായി കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഇത് അനുവദിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് സത്താർ പാന്തല്ലൂർ കഴിഞ്ഞ ദിവസം സൊസൈറ്റി എന്ന് പറയുന്ന ചാനലിനോട് പറഞ്ഞത്. ഇവിടെ സത്താർ പാന്തല്ലൂരും മുസ്തഫ മുണ്ടുപാറയും ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത്. ഈ സമ്മർദ്ദ തന്ത്രം ഇവർ പല സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ്. കാരണം ഇവരൊരു സംഘടിത വോട്ട് ബാങ്കിന് മുന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പല തവണ മുട്ടുമടക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഇല്ല, കാസയിലെ ഹൂസൻ കെവിൻ പീറ്ററെ ഈ കേരളത്തിൽ സമ്മർദ്ദ തന്ത്രം പരീക്ഷിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. 2-3 ദിവസമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ് പാർട്ടിയോടും സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായി ഭീഷണി മുഴക്കുന്നത് ആരാണ്? നിങ്ങൾ നമ്മളെ സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളി ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു പാർട്ടിയുടെ കൂടെ പോകുന്നു പറഞ്ഞത് ആരാണ്? നിന്നെ പോലത്തെ നിന്റെ കൂട്ടത്തിൽപ്പെടുന്ന കുറെ കാസ അച്ഛന്മാരല്ലേ, അവരല്ലേ കേരളത്തിൽ സമ്മർദ്ദ തന്ത്രം പയറ്റുന്നത് എന്റെ കാസയിലെ ഹൂസൻ കെവിൻ പീറ്ററെ. പിന്നെ നീ പറഞ്ഞ കുറച്ച് മുസ്ലിം സംഘടനകൾ ഹിജാബ് ധരിക്കാൻ വിടാത്ത സ്കൂളുകളുടെ കണക്കെടുക്കുന്നുണ്ടെന്ന്. അതിലെന്താണ് തെറ്റ്? അങ്ങനെ സ്കൂളുടെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും മാതാപിതാക്കൾ അവിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരോട് പറയാല, നിങ്ങളെ കുട്ടികൾ ഹിജാബ് ധരിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ആ സ്കൂളിലേക്ക് വിടണ്ടെന്ന് പറയാല. അതിലെന്താണ് തെറ്റ്? പിന്നെ കണക്കെടുപ്പിന്റെ കാര്യമെല്ലാം പറഞ്ഞ കാസയിലെ ഹൂസ, നീ നാണം കെട്ടുപോകും. നീയും കുറച്ച് സംഖ്യകളും കൂടി മുസ്ലിങ്ങളെ കുട്ടികളെ കണക്കെടുക്കുന്നില്ലേ? അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു, അവരെ വീട്ടിൽ എത്ര പ്രസവം ഉണ്ടാകുന്നു, നാണവുമാനില്ലാണ്ട് ഇമ്മാതിരി കണക്കെല്ലാം നീ എടുക്കുന്നുണ്ടല്ലോ. അമ്മാതിരി നാണവുമാനില്ലാത്ത കണക്കൊന്നുമല്ലോ ഇത്. എന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതിന് മുസ്ലിം സമുദായത്തിനെ മൊത്തം കുറ്റം പറയാ. ഉളുപ്പുണ്ട് എനിക്ക്. നിനക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ല നീ മുസ്ലിം പവർ കഴിക്കുക. അല്ലാണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറയല്ല വേണ്ടട്ടാ. മുസ്ലിം പവർ കഴിക്കുകയും വേണം, വീട്ടിൽ തന്നെ ഇരിക്കുകയും വേണം. അല്ലാണ്ട് അവിടെ ഇവിടെയും പറ്റി പച്ച വർഗീയത പറഞ്ഞാല് കാര്യം നടക്കൂല. മുസ്ലിം പവർ കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഭാര്യയുടെ കൂടെ തന്നെ ഇരിക്കണം. അല്ലാണ്ട് കുട്ടികൾ ഉണ്ടാകുന്ന നിന്നോട് ഏതെങ്കിലും ചാണക സംഖ്യ പറ്റുണ്ടെങ്കിൽ അത് വെറും പൊട്ടത്തരാണ്. അതൊന്നും നടക്കുന്ന കേസല്ല. ഇനിയാണ് നമ്മളെ കാസയിലെ ഹൂസന്റെ ഭീഷണി എന്ന് പറഞ്ഞ ഒന്നൊന്നര ഭീഷണി. നമുക്ക് ആ ഭീഷണി കേട്ടിട്ട് വന്നാലോ? അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെന്ന് ഇവർ സംസാരിക്കുന്നു പറയും. അതായത് ഇവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കുഴപ്പവും ഇല്ലാതെ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചെന്ന് പുതുതായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അവരുമായി ചെന്ന് മാനേജ്മെന്റുമായി ചെന്ന് സംസാരിക്കുന്നു, മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല, ആ സ്കൂളിലും സമാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇവർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത്. സത്താർ പാന്തല്ലൂർ, താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ സെന്റ് റീത്ത സ്കൂളിലായാലും ശരി, മതം തിന്ന് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഇതിന്റെ പേരിൽ മക്കളെ ടീസ് വാങ്ങിക്കൊണ്ട് പോകുമായിരിക്കും. അത് കൂടി വന്നാൽ 4-5 ആളുകൾ. പക്ഷെ മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവിടെ തന്നെ തുടരും. മക്കൾക്ക് നല്ല പഠനവും നല്ല അച്ചടക്കവും ലഭിച്ച് അവർ നല്ല ആളുകളായി വളർന്നു വരണം, തങ്ങൾക്ക് അവരെ കൊണ്ട് പ്രയോജനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ സെന്റ് റീത്ത സ്കൂളിൽ മാത്രമല്ല, താങ്കൾ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ മറ്റ് ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്നായാലും അവിടെ പഠിപ്പിക്കും. അപ്പോ ശ്രീ സത്താർ പാന്തല്ലൂരിനോടും ശ്രീ മുസ്തഫ മുണ്ടുപാറയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികം അങ്ങോട്ട് വരട്ടരുത്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടർക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല, അത് എല്ലാവർക്കും സാധിക്കും. നിങ്ങൾ മതത്തിന്റെ പേരിലാണല്ലോ കേരളത്തിൽ നടക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്താൻ പോകുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളുടെ ഭാവിയേക്കാൾ വലുതായി മതത്തെ കാണുന്ന കുറച്ച് ആളുകൾ മക്കളെ പിൻവലിക്കുമായിരിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങളൊന്നും ആ സ്കൂളുകൾ വിട്ട് പോകുവാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അത്തരത്തിലൊരു ബഹിഷ്കരണ ആഹ്വാനം നടത്തുകയോ അത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് പുറത്തുവിടുകയോ ചെയ്താൽ ഞങ്ങളും അതേ രീതി തന്നെ പിന്തുടരും. നിങ്ങൾക്ക് മതത്തിന്റെ പേരിലാണല്ലോ പ്രശ്നം, ഞങ്ങൾക്കും അതേ മതത്തിന്റെ പേരിൽ തന്നെ ഞങ്ങൾക്കും പ്രശ്നമുണ്ട്. മറ്റൊരു ദൈവത്തിന് പൂജിച്ചതോ അർപ്പിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല. അതുകൊണ്ട് തന്നെ ഹലാൽ പ്രോഡക്റ്റുകൾ അത് ഉണ്ടാക്കുന്ന കമ്പനികൾ, അത് വിതരണം ചെയ്യുന്നവർ, വിൽക്കുന്ന കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഹലാൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഹോട്ടലുകൾ, ഇവയുടെ ജില്ലകൾ തോറുമുള്ള ലിസ്റ്റ് ഞങ്ങളും എടുക്കും. അതും ബഹിഷ്കരിക്കാൻ ഞങ്ങളും ആഹ്വാനം നടത്തും. അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് സാർ നല്ലത്. പള്ളുരുത്തിയിൽ ഉണ്ടായ വിഷയം പള്ളുരുത്തിയിൽ തന്നെ അവസാനിക്കട്ടെ. ഇപ്പോൾ ആ വിഷയം കോടതിയിൽ ഇരിക്കുക. കോടതി വിധി എന്താണോ അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുക. അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കിയേ മതിയാവൂ എന്നുള്ള ധാർഷ്ട്യമുണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇത് കെവിൻ പീറ്റർ ഭീഷണിയായിട്ടാ പറഞ്ഞെങ്കിലും എനിക്കിത് ഭീഷണിയായിട്ട് തോന്നുന്നില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ല, കാസ മാനേജ്മെന്റ് സ്കൂളിന്റെ കച്ചവടം പൂട്ടുന്നുള്ള പേടിയിൽ ഒരു സങ്കടത്തോടു കൂടിയുള്ള പൊട്ടിക്കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് കാസയിലെ ഊസം പറഞ്ഞാൽ ഇതൊരു ഭീഷണിയൊന്നുമല്ല. എന്ത് ഭീഷണി? പിന്നെ നീയും നിന്റെ സംഘികളും മുസ്ലിം സ്ഥാപനങ്ങളെല്ലാം ബഹിഷ്കരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ഇവിടെ വേറൊന്നും നടക്കില്ല. നടക്കുന്ന എന്താ അറിയാ, നീയും നിന്റെ ചാണക സംഘികളും പട്ടിണി കിടന്ന് ചാകും. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ നടക്കൂല. പിന്നെ സംഘിന്റെ കാര്യം ഞാൻ എനിക്ക് പറഞ്ഞുതരാം. നീ സംഘിനെ വിശ്വസിച്ച് നടന്നാണ്ടല്ല, സംഘി നല്ല ബീഫും പൊറോട്ടയും കിട്ടിക്കഴിഞ്ഞില്ലേ അതങ്ങ് നക്കി മൂഞ്ചും. അത് മുസ്ലിങ്ങളെ കടയിൽ തന്നെ നക്കി മൂഞ്ചും. അത് സംഘി നക്കി മൂഞ്ഞെന്ന് കേട്ടിട്ട് നീ വെള്ളറക്കിട്ട് ചാകും. എല്ലാണ്ട് നീ സംഘീനെ നമ്പിക്കഴിഞ്ഞില്ലേ വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ വായിക്കൊള്ളാത്ത ഡയലോഗ് അടിച്ചിട്ട് പണ്ടരടങ്ങാൻ നിൽക്കണ്ട. പിന്നെ നീ മുസ്ലിങ്ങളെല്ലാം ബഹിഷ്കരിക്കുന്ന പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒരുപാട് ക്രൈസ്തവർ ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുറെ നേഴ്സുമാരാണ് ജോലി ചെയ്യുന്നത്. അവരൊക്കെ ജോലി നീ കളയാൻ ശ്രമിച്ചിട്ടുണ്ടല്ല, ആ നേഴ്സുമാർ വന്നിട്ട് നിനക്ക് നല്ല ഇഞ്ചക്ഷൻ ഉണ്ടല്ല, അർജം പുറഞ്ഞം തരും. നീ എണീക്കാത്ത രീതിയിൽ നിന്റെ ശരീരം തളർന്ന് പണ്ടാരടങ്ങുന്ന രീതിയിൽ ആ നേഴ്സുമാർ ഇഞ്ചക്ഷൻ വെക്കും കേട്ടാ. അതുകൊണ്ട് മേൽ ഇമാതിരി ഊളത്തിനും പൊട്ടത്തിനും നീ പറയാൻ നിൽക്കണ്ട. നീയും നിന്റെ ചാണക സംഖ്യയിൽ എത്രമാത്രം കുത്തിത്തിരിപ്പും വർഗീയതയും കേരളത്തിൽ ഉണ്ടാക്കിയാലും മുസ്ലിമിന്റെ കടയിൽ നിന്ന് ഹിന്ദുവും ക്രൈസ്തവനും സാധനം വാങ്ങും, ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും കടയിൽ നിന്ന് മുസ്ലിമും സാധനം വാങ്ങും. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നീയും നിന്റെ ചാണക സംഖ്യകളും പരമാവധി പറ്റുന്നത്ര കുത്തിത്തിരിപ്പുണ്ടായിക്കോ. അതുകൊണ്ട് ഇനി മേലിൽ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നഴ്സുമാരുണ്ട്. ആ നഴ്സുമാർ വന്നിട്ടില്ല നല്ല പണി നിനക്ക് തരും. പെണ്ണുങ്ങൾ അടികിട്ടി നീ പണ്ടാരടങ്ങും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടട്ടാ. പെണ്ണുങ്ങൾ അടികിട്ടി കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേട് പിന്നെ വേറെ ഇല്ല. അതുകൊണ്ട് വേഗം പോയിട്ട് മുസ്ലിം പവർ കഴിച്ചിട്ട് എന്തെങ്കിലും പരിപാടി നടക്കുമോ നോക്കൂ. അല്ലാണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറയില്ലട്ടാ. മുസ്ലിം പവർ കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. അല്ലാണ്ട് കറങ്ങാൻ പോയേക്കല്ല. പച്ച വർഗീയത പറയാൻ വേണ്ടി വേറെ എങ്കിലും പോയേക്കല്ല. മുസ്ലിം പവർ കഴിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, ഭാര്യയുടെ കൂടെ തന്നെ ഇരിക്കുക. അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.